അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരങ്ങളെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. ഓരോ വർഷവും റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് മാത്രം പ്രവാചക സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. അത്തരത്തിലുള്ള ചില കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ്. ഓരോ വർഷവും റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കൃത്യമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരം ആഘോഷങ്ങളും പേക്കൂത്തുകളും ഇസ്ലാമിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്. ഞങ്ങളുടെ വാപ്പ കാരണന്മാരായി ഇത് നടത്തി വരാറുള്ളതാണ്. നിങ്ങളൊക്കെ ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ഉപദേശിക്കേണ്ട എന്നുള്ളത്. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആൻ അത് മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മാഇദയിലൂടെ ഇത്തരക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലൗ, നിങ്ങൾ വരുവിൻ, ഇലാ മാ അൻസലല്ലാഹു വ ഇലാ റസൂൽ, അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചതിലേക്ക്, അവന്റെ റസൂലിലേക്ക്. എന്താണത്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും. ഖാലു, അപ്പോൾ അവർ പറയും, ഹസ്ബുന മാ വജദന അലൈഹി ആബാഅന, ഞങ്ങൾക്ക് ഞങ്ങളെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു മാർഗത്തിലാണോ കണ്ടിരുന്നത് അത് മതി. അതായത് ഖുർആനും സുന്നത്തും ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു മാർഗത്തിലാണോ കണ്ടിരുന്നത് ആ മാർഗം മതി എന്നവർ പറയും. അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ചവരോട് ചോദിക്കുന്നുണ്ട്, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒന്നും അറിയാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിൽ നിങ്ങൾ അവരെ പിൻപറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട ആളുകൾ നാളെ ദീനിൽ ഇസ്ലാമിൻ്റെ വാക്താക്കളാകേണ്ട ആളുകളാണ്. അവരിൽ നിന്നും ഒരു പുതുതലമുറ ഇവിടെ വരുന്ന സമയത്ത് ആ തലമുറയും നാളെ പറയാൻ പോകുന്നത് ഞങ്ങളെ പിതാക്കളും ഞങ്ങളെ പൂർവികരുമൊക്കെ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മതി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി അതിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം. ഇങ്ങനെ അള്ളാഹു അവൻ്റെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങളെ അവഗണിച്ച് നാളെ പരലോകത്തിൽ എത്തിപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ അഹ്സാബ് സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, യൗമ തുകല്ലബു വജൂഹുഹും ഫിന്നാർ, അന്നേ ദിവസം അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുമ്പോൾ, യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വ അത്അന റസൂൽ, യഖൂലൂന യാ ലൈതനാ, അവർ പറയും, അത്അന അല്ലാഹ വ അത്അന റസൂൽ, ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ അവന്റെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വഖാലു, അവർ ഇങ്ങനെയും പറയും, വഖാലു റബ്ബന ഇന്നാ അത്അന സാദത്തന വകുബറാ അന ഫഅല്ലൂന സബീല, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്നുള്ള സാദാത്തുക്കളെ അഥവാ നേതാക്കന്മാരെയും പൂർവികരെയും മന്ദമായി പിൻപറ്റി, അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയാണ് ഉണ്ടായതെന്ന് നരകത്തിൽ കിടക്കുന്ന മനുഷ്യർ വിളിച്ചു പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മളുടെ നേതാക്കന്മാരെയും ഉസ്താദുമാരെയും ഒക്കെ അനുസരിക്കണം. പക്ഷെ അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണെങ്കിൽ, അത് ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്തതാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്നും പിന്തിരിയാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. പിന്നീട് അന്ധമായി നേതാക്കന്മാരെ പിൻപറ്റിയിരുന്ന ആ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയത്രേ, ഞങ്ങളെ രക്ഷിതാവേ, നീ ഇവർക്ക് 2 ഇരട്ടി ശിക്ഷ നൽകണമേ. കാരണം എന്താണ്? അല്ലാഹു പറഞ്ഞതാണ്, റസൂല് പറഞ്ഞതാണെന്ന് പറഞ്ഞ് അല്ലാഹു റസൂലോ പഠിപ്പിക്കാത്ത ഇത്തരം ബിദ്അത്തുകളിലേക്ക് അവരെ ക്ഷണിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിലോ പ്രവാചക അധ്യാപനങ്ങളിലോ നബിദിനം എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന ഇത്തരം പേക്കൂത്തിനെ കുറിച്ചൊരു സൂചന പോലുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ തയ്യാറാവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.